തരം പോലെ ഓന്ത് നിറം മാറുന്നത് പോലെ മാറുന്നവന്റെ പേരാണ് ഇഞ്ചി ഷാജി. എന്നിട്ടോ ഇസ്ലാം പഠിപ്പിക്കാൻ വരിക, മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വരിക. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെയോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. മുണ്ട് പൊന്തിച്ചോക്ക്, അതിനകത്ത് ഒരു കുട്ടികളിടുന്ന സ്നെഗിടുകയാണ്, മൂത്രം പുറത്തിറങ്ങണ്ടായിട്ട് കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എന്തൊരു ഊളകളാണ് ഇവനെ പോലത്തെ ഊളകൾ. നരമ്പ് രോഗിയായ ഒരു കടൽക്കടവിന് പിന്നെ പ്രശ്നം, മാനസിക രോഗി അല്ലെങ്കിൽ നരമ്പ് രോഗി. വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാടുണ്ട്, അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം. എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി കൂടുതൽ സമൂഹ മധ്യത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പറ്റി കുറെ ബുഹ്താൻ യഫ്തരീന ഹുബൈന ഇദീഹിന്ന വർജുലിഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നതെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. അത് വേറെ, ഇത് അള്ളാന്റെ റസൂലിനെ തൊട്ടുള്ള ദിഫാ ആണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയുള്ള ദിഫാ ആണ്. അതിനു വേണ്ടി ഇഞ്ചിഞ്ചായി മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആത്മീയതയുടെ നിറകുടങ്ങളെ ആക്രമിക്കുക എന്ന മുനാഫിഖീങ്ങളുടെ ലക്ഷണം മുഴുവൻ, ഖവാരിജീങ്ങളുടെ ലക്ഷണം മുഴുവനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുക അല്ലാതെ എവിടെയും തളർന്നിട്ടില്ല. ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല. RSSകാരും BJPക്കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. പാണക്കാട്ട് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റാണ്. സമുദായ നേതാക്കന്മാർ നിരവധി പേരുണ്ട്. സുന്നി സംസ്ഥാന നേതാവ് ജിഫ്രി തങ്ങൾ, കാന്തപുരം, ഇതുപോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലവരും പരാമർശിക്കുന്നുണ്ടോ, വിമർശിക്കുന്നുണ്ടോ? അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്ന ഏത് പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും നിലപാട് വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്.